BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ജ്വല്ലറി അറേബ്യ 2024 അന്താരാഷ്ട്ര ജ്വല്ലറി പ്രദർശനം ഈ മാസം 26 മുതൽ 30 വരെ ബഹ്റൈൻ എക്സിബിഷൻ വേൾഡിൽ നടക്കും. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് പ്രദർശനം. ഇന്റർനാഷണൽ ഡിസൈനേഴ്സ് പവലിയനിൽ ആഗോള ഡിസൈനർമാരുടെ സ്റ്റാളുകൾ ഉണ്ടാകും. എല്ലാ വർഷവും ജ്വല്ലറി അറേബ്യ പ്രദർശനത്തോടനുബന്ധിച്ച് സെന്റ് അറേബ്യയിൽ നടത്താനാണ് സംഘാടകരുടെ തീരുമാനം. വൻ ജനാവലിയാണ് പ്രദർശന നഗരിയിൽ പ്രതീക്ഷിക്കുന്നത്. 5 ദിവസം നീളുന്ന പ്രദർശനത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. 26 മുതൽ 28 വരെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയും 29 വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയും 30 ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയുമാണ് പ്രവേശനം. രാജ്യത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതിഫലമായി പ്രഗത്ഭരായ നിരവധി കലാകാരന്മാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ ഉണ്ടാവും. ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മയും കിങ്സ് ഡെന്റൽ സെന്ററും ചേർന്ന് സൗജന്യ ദന്ത പരിശോധനയും ദന്തപരിപാലനവും പരിചരണവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. റിഫ ബ്രാഞ്ചിൽ നടന്ന പരിപാടിയിൽ പ്രിൻസ്, ഡോക്ടർ ശരൺ എന്നിവരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സൗജന്യ പരിശോധനയും നടന്നു. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന നിർദ്ദേശങ്ങളും മികച്ച നിരക്കും സേവന വാഗ്ദാനവും ഉൾപ്പെടുന്നതായിരുന്നു പരിശോധന. പരിപാടിയിൽ കിങ്സ് ഡെന്റൽ സെന്റർ റിഫ ബ്രാഞ്ച് മാനേജർ നിഹാൽ, പ്രാക്ടീസ് മാനേജർ ഡോക്ടർ അഷീന KH എന്നിവർ സന്നിഹിതരായിരുന്നു. കൂട്ടായ്മയ്ക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് അംഗം സൈനുദ്ദീൻ കണ്ടിക്കൽ, ആരിഫ് TK എന്നിവർ ചേർന്ന് സെന്റർ മാനേജ്മെന്റിനുള്ള മെമന്റോ കൈമാറി. അൻസാരി സ്വാഗതവും മഷൂദ് മേച്ചറ നന്ദിയും പറഞ്ഞു. സാംസ കിഡ്സ് വിങ്ങിന്റെ ജനറൽ ബോഡി യോഗം പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. നവംബർ 22 വൈകിട്ട് 5 മണിക്ക് സൽമാനിയ കലവറ ഹാളിൽ നടന്ന യോഗത്തിൽ 50-ലേറെ പേർ പങ്കെടുത്തു. കുമാരി ദക്ഷിണ മുരളീകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രതിപക്ഷ അധ്യക്ഷ പദം ചിൽഡ്രൻസ് വിംഗ് കൺവീനർ കൂടിയായ ശ്രീ മനീഷ് പൊന്നോത്ത് നിർവഹിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ഉപദേശക സമിതി അംഗം ശ്രീ മുരളീകൃഷ്ണൻ നിർവഹിച്ചു. സാംസിക കുട്ടികളുടെ വളരെ ഊർജ്ജസ്വലമായ ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു. പുനരുദ്ധാരണത്തിലൂടെ ആ കാലം തിരികെ കൊണ്ടുവരാൻ സാധ്യമാകട്ടെ എന്ന് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പരാമർശിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീ ദിലീപ് കുമാർ, ജോയിന്റ് സെക്രട്ടറി സിതാര എന്നിവർ ചടങ്ങ് നിയന്ത്രിച്ചു. 2024-25 കാലയളവിലേക്കുള്ള പുതിയ എക്സിക്യൂട്ടീവിനെ യോഗത്തിൽ തെരഞ്ഞെടുത്തു. സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ബഹ്റൈൻ മലയാളി സെയിൽസ് ടീമും അൽഹിലാൽ മെഡിക്കൽ സെന്ററും സംയുക്തമായി സംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 250ഓളം അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. BS അനിൽ കാണിപ്പയ്യൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ദിലീപ് മോഹൻ സ്വാഗതം, ട്രഷറർ ആരിഫ് പോർക്കുളം നന്ദിയും രേഖപ്പെടുത്തി സംസാരിച്ചു. ഔദ്യോഗിക പരിപാടിയിൽ അൽഹിലാൽ ഹോസ്പിറ്റൽ ചീഫ് ഡോക്ടർ രാഹുൽ അബ്ബാസ് നിലവിൽ പ്രവാസികൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. നോർക്ക കൺവീനർ KT സലീം, ICRF ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന BMST കൂട്ടായ്മ വയനാട് പ്രളയ ദുരിതബാധിതനായ സുനീഷ് എന്ന വ്യക്തിയുടെ കുടുംബത്തിനുള്ള ധനസഹായം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ BMST ട്രഷറർ ആരിഫ് പോർക്കുളം പ്രസിഡന്റ് സനിൽ കാണിപ്പയ്യൂരിന് കൈമാറി. പ്രവാസി ലീഗൽ സെൽ സുരക്ഷിത കുടിയേറ്റം എന്ന വിഷയത്തിൽ ശനിയാഴ്ച വൈകിട്ട് 7-ന് സൂമിൽ വെബിനാർ സംഘടിപ്പിച്ചു. മലേഷ്യയിൽ നിന്നുള്ള ലോക കേരള സഭാ പ്രതിനിധിയും സാമൂഹിക പ്രവർത്തകനുമായ ആത്മീഷൻ പച്ചാട്ട് എഴുതിയ ബോർഡിംഗ് പാസ് എന്ന പുസ്തകത്തിനെ പ്രമേയമാക്കി നടത്തിയ വെബിനാർ റിട്ടയർഡ് ജഡ്ജിയും മുൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണുമായ P. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ലീഗൽ സെല്ലിന്റെ ഗ്ലോബൽ പ്രസിഡന്റും സുപ്രീം കോടതി അഭിഭാഷകനുമായ ജോസ് എബ്രഹാം അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ എറണാകുളം ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് TB ബിനു മുഖ്യാതിഥിയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലുള്ള ഉജ്ജ്വല വിജയത്തിന് കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പും ഭരണവിരുദ്ധ വികാരവുമെന്ന് MA സമുദ്രം. വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കും പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ ചരിത്ര ഭൂരിപക്ഷത്തിന് പ്രധാന കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോടുള്ള ഭരണവിരുദ്ധ വികാരവുമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം MA സമ്മദ് അഭിപ്രായപ്പെട്ടു. ബഹ്റൈൻ UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിജയാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം MA സമ്മദ് ആരോപിച്ചു. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ച വിജയാഘോഷ യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം MA സമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ ഏറ്റവും ദൈർഘ്യമുള്ള മെട്രോ റെയിലായ റിയാദ് മെട്രോ ഈ മാസം 27-ന് പ്രവർത്തനം ആരംഭിക്കും. ആദ്യഘട്ടമായി ഒലയ ബദ്ഖ അൽ ഫയർ ബ്ലൂ ലൈൻ, കിങ് അബ്ദുള്ള റോഡിന് സമാന്തരമായ റെഡ് ലൈൻ, അബ്ദുൾ റഹ്മാൻ ബിൻ ഓഫ് റോഡിനും ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ റോഡിനും സമാന്തരമായ വയലറ്റ് ലൈനുകളിലാണ് ആദ്യം ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നത്. അവശേഷിക്കുന്ന 3 ലൈനുകളിൽ ഡിസംബർ 5 മുതൽ ട്രെയിൻ സർവീസ് ആരംഭിക്കും. റിയാദ് സിറ്റി റോയൽ കമ്മീഷനാണ് മെട്രോയുടെ നടത്തിപ്പുകാർ.
ജനങ്ങൾ തിരസ്കരിച്ച ചിലർ പാർലമെന്റിനെ അലങ്കോലമാക്കി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാത്തവർക്ക് അർഹമായ തിരിച്ചടി ലഭിച്ചു. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ബഹുമാനിക്കണം. പ്രതിപക്ഷത്തിന് സ്വാർത്ഥ താൽപര്യമാണുള്ളത്. ചിലർ തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. യുവ എംപിമാരെ സംസാരിക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ലെന്നും പ്രതിപക്ഷത്തിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. JCB സാഹിത്യ പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്ക്. അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിയാണ് JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹമായത്. പുരസ്കാര തുക 25 ലക്ഷം രൂപയാണ്. സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന അവാർഡാണ് JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷനാണ് JCB സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. BJPക്ക് പാലക്കാട്ട് അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ലെന്ന് തുറന്നു സമ്മതിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പാലക്കാട് വോട്ട് ശതമാനം ഉയർത്താൻ BJPക്ക് കഴിഞ്ഞില്ല. അതിൽ ശരിയായ വിലയിരുത്തൽ നടത്തും. ഓരോ ബൂത്തിലും പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ഈ വാർത്തയോടുകൂടി BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.